Hi dear students, today we are going to discuss about state of infrastructure in India. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥിതി എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ as we know that India had made progress especially in infrastructures like roads, railways, etc. അല്ലേ? ഇന്ത്യ വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ. മെയ്ഡ് പ്രോഗ്രസ് ഇൻ റെയിൽവേസ്, എയർപോർട്ട്സ്, റോഡ്സ് എക്സെട്ര, ആൻഡ് ഓൾസോ telecommunication etc. But there are some deficiencies in infrastructures. That means India's infrastructure is inadequate. Especially it is a fast growing economy like India. ഇന്ത്യയെ പോലുള്ള ഫാസ്റ്റ് ഗ്രോയിങ് ഇക്കണോമി ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇനാഡിക്വേറ്റ് ആണ്, അപര്യാപ്തമാണ്. ഇനിയും ഒരുപാട് മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ വളരേണ്ടതുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ആൻഡ് എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ഇനാഡിക്വേറ്റ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പിന്നോട്ട് നിൽക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2001 സെൻസസ് റിവീൽസ് ദാറ്റ് ബാക്ക്വേർഡ്നെസ് ഓഫ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ 2011 സെൻസ് അല്ലേ, 2001 അതുപോലെ തന്നെ 2011 കണക്കുകൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്താണ്, കൂടുതൽ മേഖലകൾ ഇനിയും വികസിക്കേണ്ടതുണ്ട്. റൂറൽ സെക്ടേഴ്സ്, ഒരുപാട് മേഖലകൾ ഇനിയും വികസിക്കാതെ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അത് തരണം ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇന്ത്യയിലെ റൂറൽ സെക്ടേഴ്സിൻ്റെ, റൂറൽ മേഖലയുടെ സ്ഥിതി എന്ത്, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ അവരുടെ അവസ്ഥ എന്തെന്ന് നമുക്ക് നോക്കാം. Especially they are saying that only 56% of the people have electricity. ആകെ ഇന്ത്യയിൽ 56% വരുന്ന റൂറൽ പീപ്പിൾസ്, 56% of the rural people അല്ലേ, 56% 56% വരുന്ന അല്ലേ, 56% of the people, rural people have ഇലക്ട്രിസിറ്റി ഉള്ളോ എന്ന് അല്ലേ. 56% of the rural people have only electricity. That means 43% of the people are now use kerosene for fuels അല്ലേ. അവരെന്താണ്, കെറോസിനാണ് ഉപയോഗിക്കുന്നത് അല്ലേ, മണ്ണെണ്ണ വിളക്കുകൾ അതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. 43% of the people അല്ലേ, 43% of the people, 43% of the people, rural people use kerosene അല്ലേ. അവർ കെറോസിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കണക്കുകൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90% of the അല്ലേ, 90% of the people are used biofuels for their ഫ്യൂവൽസ്. അതായത് ബയോഫ്യൂവൽസ് ആണ് ഹൗസ് ഹോൾഡ് ആവശ്യങ്ങൾക്ക് വേണ്ടി, ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് പാചകത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ, കുക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് ബയോഫ്യൂവൽസ് ലൈക്ക് വുഡ്, ഫയർ ഡങ് എക്സെട്ര അല്ലേ. അതായത് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, വിറകുകൾ, അതുപോലെ തന്നെ ഉണക്കിയ ചാണകം, ഇതൊക്കെയാണ് അവർ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് കണക്കുകൾ പറയുന്നത് 76% of the people are use open source for their drinking water like wells, ponds etc. അല്ലേ. 76, അതായത് 3/4% വരുന്ന ആളുകൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഓപ്പൺ സോഴ്സുകളായിട്ടുള്ള കുളങ്ങൾ, തടാകങ്ങൾ, കിണറുകൾ, ഇതൊക്കെയാണ് അവരുടെ കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ആകെ 24% of the people have only tap water facility അല്ലെ, പൈപ്പ് തിരിച്ച് വെള്ളം വരുന്ന ഫെസിലിറ്റി ആകെ 24% വരുന്ന ആളുകൾക്കേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, 90% of the people are use biofuels അല്ലെ. 90% of the people rural people use biofuels for cooking. ഗ്യാസോ അങ്ങനെയുള്ളതൊന്നുമില്ല. They are using ബയോഫ്യൂവൽസ് ലൈക്ക് വുഡ്, വിറക് തന്നെയാണ് അവർ പാചകത്തിന് വേണ്ടിയിട്ട്
ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കണക്കുകൾ പറയുന്നത് 76% ഓഫ് ദി പീപ്പിൾ ഓഫ് ദി റൂറൽ പീപ്പിൾ അല്ലേ, 76% ഓഫ് ദി റൂറൽ പീപ്പിൾ ആർ യൂസ് ഓപ്പൺ സോഴ്സ് അല്ലെ, യൂസ് ഓപ്പൺ sources for drinking water, not for other purposes. drinking water അല്ലെ, വെള്ളം കുടിവെള്ളത്തിന് വരെ അവർ ഉപയോഗിക്കുന്നത് ഓപ്പൺ സോഴ്സുകളെയാണ്. ഓൺലി 24% of the people, 24% of the people are have only tap water facility അല്ലെ, have only tap water facility. അവർക്ക് മാത്രമാണ് ടാപ്പ് ഫെസിലിറ്റി ഉള്ളൂ എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എസ്പെഷ്യലി ഇൻ റൂറൽ സെക്ടർ, റൂറൽ ഏരിയാസ്, ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സ്ഥിതി ഇതാണ് അല്ലേ. ഇതിങ്ങനെ ആയാൽ പോരാ അല്ലേ, ഒരുപാട് മേഖല ഇനിയും വികസിക്കേണ്ടതുണ്ട് അല്ലേ, കുറേ മേഖലകൾ വികസിക്കേണ്ടതുണ്ട്, എസ്പെഷ്യലി ഇൻ റൂറൽ സെക്ടേഴ്സ് വികസിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഈസ് വെരി ഇനാഡിക്വേറ്റ്. അത് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ പോരാ, കൂടെ ദർ ഷുഡ് ബി പ്രൈവറ്റ് ആൻഡ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ഗവൺമെന്റും പ്രൈവറ്റും തമ്മിൽ, പബ്ലിക്കും പ്രൈവറ്റും തമ്മിൽ ഒന്നിച്ചു നിൽക്കുകയാണ് എങ്കിൽ ഒരു പരിധിവരെ നല്ല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അല്ലേ. അതിന് എക്സാമ്പിൾ ആണ് സിയാൽ കമ്പനി അല്ലെ, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന കൊച്ചി നെടുമ്പാശ്ശേരിയിലെ സിയാൽ കമ്പനി എന്ന് പറയുന്നത് ഇതിന് എക്സാമ്പിൾ ആണ്. അതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഒരു ഗുഡ് എക്സാമ്പിൾ ആണ് അത് അല്ലേ. അപ്പോൾ നമുക്കറിയാം നല്ലൊരു എയർപോർട്ട് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. അത് ഗവൺമെന്റ് മാത്രമായതുകൊണ്ടല്ല, അവിടെ പ്രൈവറ്റിൻ്റെയും ഒരു കടന്നുകയറ്റം ഉണ്ടായപ്പോൾ അല്ലെ, അല്ലെങ്കിൽ പ്രൈവറ്റും പബ്ലിക്കും കൂടി ചേർന്നപ്പോൾ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ പടുത്തുയർത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ പബ്ലിക്കിനും പ്രൈവറ്റിനും വേണം എന്നാണ് കണക്കുകൾ പറയുന്നത് അല്ലെ, കാര്യങ്ങൾ പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് മോശമായിട്ടുള്ള ഏരിയാസ്? 2 മേജർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ദാറ്റ് കോസ് മെനി ചാലഞ്ചസ്. ദേ ആർ എനർജി അല്ലെ, എനർജിയാണ് ഒന്നാമത്തേത്, മറ്റൊന്ന് ഹെൽത്ത് ആണ് അല്ലെ. ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. ഏതൊക്കെ മേഖലയിലാണ് വെല്ലുവിളി നേരിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമുക്ക് നിസ്സംശയം പറയാം എന്താണ്, എനർജി തന്നെയാണ് അല്ലെ, എനർജി. രണ്ടാമത്തേതായിട്ട് വരുന്നത് ഹെൽത്ത് ആണ്. അപ്പൊ എനർജി മേഖലയിൽ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള എനർജി ഉണ്ട് എന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയാണ് എനർജി, വാട്ട് യു മീൻ ബൈ എനർജി അല്ലെ. എനർജി നമുക്കറിയാം, ഫോർ ദി ഫാസ്റ്റർ economic development and also faster production we need energy le. For producing anything we need energy വളരെ അത്യാവശ്യമാണ്, ഊർജം വളരെ ആവശ്യമാണ്. economic activity requires energy. economic activities like production പോലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഊർജം വളരെ അത്യാവശ്യമാണ് അല്ലേ. നമുക്കറിയാം in olden days people use bullock cart, then camels, donkeys etc അല്ലെ. അവരൊക്കെ അതിനാണ് ഉപയോഗിച്ചിരുന്നത് അവരുടെ കൃഷിപ്പണിയൊക്കെ എടുക്കുന്നതിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്. ലേറ്റർ, അതായത് now we are using fuels like petroleum products. അതുപോലെ തന്നെ we are generated energy from wind അല്ലെ, അതുപോലെ വാട്ടർഫോൾസ് എക്സെട്ര അല്ലെ. നമ്മൾ കാറ്റിൽ നിന്ന്, ജലത്തിൽ നിന്ന്, ഇലക്ട്രിസിറ്റിയിൽ വരെ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെ. നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ സോളാർ എനർജി, ഇങ്ങനെ എല്ലാറ്റിൽ നിന്നും നമ്മൾ എനർജി ഉൽപ്പാദിപ്പിക്കുക, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് എനർജി അല്ലെ. സോഴ്സസ് ഓഫ് എനർജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഴ്സസ് ഓഫ് എനർജി, സോഴ്സസ് ഓഫ് എനർജിയിൽ പറയുന്നത് ഇതാണ്. 2 സോഴ്സാണ് നമ്മൾ പറയുന്നത്. ഒന്ന് കൊമേഴ്സ്യൽ എനർജി, മറ്റൊന്ന് നോൺ കൊമേഴ്സ്യൽ എനർജി അല്ലെ. കൊമേഴ്ഷ്യൽ എനർജി എന്താണ്, നോൺ കൊമേഴ്ഷ്യൽ എനർജി. കൊമേഴ്ഷ്യൽ എനർജി, നോൺ കൊമേഴ്ഷ്യൽ എനർജി. കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം
കൊമേഴ്ഷ്യൽ എനർജി ഈസ് യൂസ്ഡ് ഫോർ ദി കൊമേഴ്ഷ്യൽ പർപ്പസസ്. വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എനർജികളാണ് കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറയുന്നത്. കോള്, പെട്രോളിയം പ്രോഡക്ട്സ്, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ എനർജീസ്. ഇലക്ട്രിസിറ്റി അല്ലേ? അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കോള്, പെട്രോളിയം പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, വിച്ച് ആർ യൂസ്ഡ് ഫോർ ദി കൊമേഴ്ഷ്യൽ പർപ്പസസ്. വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എനർജീസ് ആണ്. ഏതൊക്കെയാണ്? കോള് പറഞ്ഞു അല്ലെ? കോള്, അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സുകളാണ് ഉദ്ദേശിക്കുന്നത്. പെട്രോളിയം പ്രോഡക്ട്സുകൾ, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസസ്, ഇലക്ട്രിസിറ്റി. ദെൻ നോൺ കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കൊമേഴ്ഷ്യൽ എനർജി വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദി കൊമേഴ്ഷ്യൽ പർപ്പസസ്. അതായത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതല്ല, എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വീട്ടാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി, ഗാർഹിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി, എസ്പെഷ്യലി കുക്കിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയാണ് അല്ലേ? അത് നമുക്കറിയാം. ഫയർവുഡ് അല്ലെ? വുഡ് അല്ലേ? വുഡ്, ഫ്യൂവൽ വുഡ്. ദെൻ അഗ്രികൾച്ചറൽ വേസ്റ്റസ്, അതുപോലെ തന്നെ ഡ്രൈഡ് ആനിമൽസ് അല്ലേ? ഡ്രൈഡ് ആനിമൽസ്, ദങ്, ഉണങ്ങിയ ചാണകം. ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വിച്ച് ഇസ് നോട്ട് യൂസ്ഡ് ഫോർ ദി കൊമേഴ്ഷ്യൽ പർപ്പസസ്. കൊമേഴ്ഷ്യൽ പർപ്പസിനൊന്നും വേണ്ടിയിട്ടല്ല, എന്നാൽ നേരിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എനർജീസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ഇത് രണ്ടും തമ്മിലുള്ള ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ഡിഫറൻസ് ഈസ് ദാറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ട് എക്സ്ഹോസ്റ്റബിൾ ആണ്. എക്സ്ഹോസ്റ്റബിൾ അത് ഉപയോഗിച്ച് തന്നെ കത്തിക്കഴിഞ്ഞതാണ് അല്ലേ? പിന്നെ തിരിച്ചില്ല. പക്ഷെ വുഡ് അങ്ങനെയല്ല, നമുക്ക് വിറക് പിന്നെ ഉണ്ടാക്കാം. എന്നാൽ കൊമേഴ്ഷ്യൽ എനർജി കനോട്ട് ബി റിന്യൂവബിൾ. ഏത്? നോൺ കൊമേഴ്ഷ്യൽ ആർ റിന്യൂവബിൾ എനർജീസ് ആണ്, വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന എനർജിയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു അഗെയിൻ എനർജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ. ഏതാണ് കൺവെൻഷണലും നോൺ കൺവെൻഷണൽ? ഏതാണ് കൺവെൻഷണൽ എനർജി? കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ അല്ലേ? നോൺ കൺവെൻഷണൽ എനർജി എന്താണ്? കൺവെൻഷണൽ എനർജി എന്ന്. കൺവെൻഷണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗത ഊർജം അല്ലേ? നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ പാരമ്പര്യേതര ഊർജം അല്ലെ? അഗെയിൻ ക്ലാസിഫൈഡ്. ഇവിടെ പറയുന്നത് പോലെ തന്നെയാണ് പെട്രോള്, അതുപോലെ തന്നെ കോള്, നാച്ചുറൽ ഗ്യാസസ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ കൺവെൻഷണൽ എനർജീസ് ആണ് അല്ലെ? കൺവെൻഷണൽ എനർജിക്ക് എക്സാമ്പിൾ ആണ് അല്ലെ? വിച്ച് ദേ ആർ നോൺ റിന്യൂവബിൾ. വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺവെൻഷണൽ എനർജി അല്ലെ? ഊർജ സ്രോതസ്സുകൾ ഏതാണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത, വീണ്ടും ഉണ്ടാക്കാൻ കഴിയാത്തതാണ് എന്ത്? കൺവെൻഷണൽ എന്ന് പറയുന്നത്. അത് നോൺ റിന്യൂവബിൾ ആണ്, എക്സ്ഹോസ്റ്റബിൾ ആണ്. പക്ഷേ വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ എനർജി എന്ന് നമുക്ക് പറയാം. അപ്പൊ കൺവെൻഷൻ വീണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ? വീണ്ടും ഉണ്ടാക്കാൻ കഴിയാത്തതാണ്. എന്നാൽ നോൺ കൺവെൻഷണൽ വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ, വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? നോൺ കൺവെൻഷണൽ എനർജി എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് വുഡ് അല്ലെ? വുഡ് നമുക്ക് വീണ്ടും ഉൽപ്പാദിപ്പിക്കാം. അതുപോലെ തന്നെ എനർജി ഫ്രം ഏതിൽ നിന്നൊക്കെയാണ്? സണ്ണ് അല്ലെ? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൗരോർജ്ജം ഉണ്ടാക്കാം. കാറ്റിൽ നിന്നുള്ള, വിൻഡിൽ നിന്നുള്ള ഊർജ്ജം അല്ലെ? അതായത് കാറ്റാടികളൊക്കെ കണ്ടിട്ടില്ലേ? കാറ്റാടിയുടെ ആ ഭാഗത്തുകളൊക്കെ നമുക്കറിയാം. കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കാറ്റിനനുസരിച്ചിട്ട് അത് മൂവ് ചെയ്യുന്നത്. പിന്നെ തിരമാലയിൽ നിന്ന് ഊർജ്ജം അല്ലെ? തിരമാല ഉണ്ടാകും തോറും നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാം. അതൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്. നോൺ കൺവെൻഷണൽ ആണ്. നോൺ കൺവെൻഷണൽ ആണ്. അത് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ടൈഡ്സില്, വേലിയേറ്റത്തിൽ നിന്ന്, അതൊക്കെ നമുക്ക്, അതുപോലെ ബയോഫ്യൂൾസ് ഒക്കെ എന്താണ്? നോൺ കൺവെൻഷണലിന് എക്സാമ്പിൾ ആണ്. പക്ഷേ അതുപോലെ തന്നെ ഇറ്റ് ഈസ് റിന്യൂവബിൾ ആണ്, എന്നാൽ നോൺ പൊല്യൂഷൻ ആണ് അല്ലേ? ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ഫോർ പൊല്യൂഷൻ.
അതൊരു പരിസ്ഥിതിക്ക് യാതൊരുവിധ മലിനീകരണം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇത് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ലീഡ്സ് ടു ദി പൊല്യൂഷൻ, അല്ലെ, നമ്മുടെ രാജ്യത്ത് മലീഭസ്മമാക്കുന്നതിന് ഇത് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം വണ്ടികളിൽ നിന്നൊക്കെ പുറത്തു പോകുന്ന കാർബൺ മോണോക്സൈഡ് ഇതൊക്കെ വളരെയധികം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതെല്ലാം മലിനീകരണം ഉണ്ടാക്കുന്ന, മറ്റൊരു മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കൺവെൻഷണൽ എനർജിയിൽ, അൺഫോർച്ചുനേറ്റ് ടെക്നോളജിയിലെ നോൺ കൺവെൻഷണൽ എനർജിനേക്കാളും ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൺവെൻഷണൽ എനർജിയാണ്. ഇതൊരു പരിധിവരെ കുറയ്ക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ്. അതുപോലെ തന്നെ നോൺ കൺവെൻഷണൽ, വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എനർജികൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി എനർജി ഫീൽഡ് എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു.